യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ തന്റെ പരമാവധി സമ്മർദ്ദതന്ത്രം എന്ന പരാമർശം പുനഃസ്ഥാപിച്ചതോടെ അമേരിക്കയും ഇറാനും തമ്മിലുള്ള വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങൾ അതിന്റെ മൂർധന്യത്തിലെത്തിയിരിക്കുകയാണ്. ട്രംപിന്റെ നീക്കം വ്യാപകമായ ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ട്. ട്രംപിനെ ഇത്തരത്തിലൊരു വിവാദ പരാമർശത്തിന് പ്രേരിപ്പിച്ച ഘടകം എന്തായിരിക്കാമെന്നാണ് പലരും ആശ്ചര്യപ്പെടുന്നത്. ട്രംപിന്റെ തീരുമാനത്തിന് പിന്നിലെ പ്രേരണ എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ യുഎസും ഇറാനും തമ്മിലുള്ള കുഴഞ്ഞുമറിഞ്ഞു കിടക്കുന്ന ചരിത്രം പരിശോധിക്കേണ്ടതുണ്ട്. 1979-ലെ ഇറാനിയൻ വിപ്ലവം മുതൽ അമേരിക്കൻ ഇറാൻ ബന്ധം വഷളായെന്ന് തന്നെ പറയാം. ആദ്യ ടേമിലെ ട്രംപിന്റെ ഭരണകാലത്ത് വലിയ സമ്മർദ്ദമാണ് അമേരിക്കയിൽ നിന്നും ഇറാൻ നേരിട്ടത്. 2018-ലെ ഇറാൻ ആണവ കരാറിൽ നിന്ന് ട്രംപ് പിന്മാറുകയും വീണ്ടും അമേരിക്ക ഇറാന് നേരെ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു. ഒബാമ ഭരണകൂടത്തിന്റെ കീഴിൽ ആദ്യമായി നടപ്പിലാക്കിയ പല കാര്യങ്ങളും ഇറാൻ നിർമ്മിത ആണവായുധങ്ങളും ബാലിസ്റ്റിക് മിസൈലുകളും വികസിപ്പിക്കുന്നത് തടയുക എന്നതാണ്. ഇറാന്റെ തീവ്രവാദ ശൃംഖലകളെ നിർവീര്യമാക്കാനും മിസൈലുകളുടെയും മറ്റ് ആയുധശേഷികളുടെയും ആക്രമണാത്മക വികസനത്തെ ചെറുക്കാനുമാണ് ഈ നയത്തിലൂടെ ഒബാമ ലക്ഷ്യമിട്ടത്. എന്നാൽ അമേരിക്കയുടെ എല്ലാ ഉപരോധങ്ങളെയും ഇറാൻ വളരെ എളുപ്പത്തിൽ തള്ളിക്കളഞ്ഞു. അമേരിക്കയുടെ ഉപരോധങ്ങൾ മുഴുവൻ പരാജയപ്പെട്ട തന്ത്രങ്ങളായാണ് ഇറാൻ പരിഹസിച്ചത്. ആണവ നിർവ്യാപന ഉടമ്പടിയോടുള്ള ഇറാന്റെ പ്രതിബദ്ധതയും ആണവായുധങ്ങൾക്കെതിരായ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ ഫത്വയും ഇറാൻ ആണവായുധങ്ങൾ പിന്തുടരുന്നില്ല എന്നതിന്റെ തെളിവായി ചൂണ്ടിക്കാട്ടി. വിദേശകാര്യമന്ത്രി ജവാദ് സരിഫ് ഇത് വീണ്ടും നടപ്പിലാക്കുന്നത് മറ്റൊരു പരാജയത്തിലേക്ക് നയിക്കുമെന്നും വാദിച്ചു. ഉറപ്പുകൾ ഉണ്ടായിരുന്നിട്ടും ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ച് ആശങ്കകൾ നിലനിൽക്കുന്നു. ഇറാൻ യുറേനിയം സമ്പുഷ്ടമാക്കുന്നത് തുടരുകയാണെന്ന് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതവരുടെ ആണവ പദ്ധതി ആയുധമാക്കപ്പെടുമെന്ന ആശങ്കയ്ക്ക് കാരണമായി. അമേരിക്കയുടെ സമ്മർദ്ദ നയം പുനഃസ്ഥാപിക്കുന്നത് ഉപരോധങ്ങൾ മൂലം ഇതിനകം തന്നെ തകർന്നിരിക്കുന്ന ഇറാന്റെ സമ്പദ് വ്യവസ്ഥയിൽ കാര്യമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചു. ഇറാന്റെ എണ്ണക്കയറ്റുമതി പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നതാണ് അമേരിക്ക ലക്ഷ്യമിടുന്നത്. ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിരത കൂടുതൽ വഷളാക്കും. ട്രംപിന്റെ ഭീഷണികൾക്ക് മറുപടിയായി ഇറാൻ കടുത്ത നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രതിജ്ഞയെടുത്തു. ഇറാൻ തന്നെ കൊന്നാൽ എല്ലാത്തിനെയും കൊല്ലുമെന്ന ട്രംപിന്റെ പ്രസ്താവന കൂടുതൽ രോഷം ജനിപ്പിച്ചു. പലരും ഇതിനെ പൂർണ്ണമായ ഉന്മൂലനത്തിന്റെ ഭീഷണിയായി വ്യാഖ്യാനിച്ചു. സംഘർഷങ്ങൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അന്താരാഷ്ട്ര സമൂഹം ശ്വാസമടക്കി പിടിച്ചിരിക്കുകയാണ്. പരമാവധി സമ്മർദ്ദ നയം പുനഃസ്ഥാപിക്കുന്നതിനെക്കുറിച്ച് യൂറോപ്യൻ യൂണിയൻ ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ട് എല്ലാ കക്ഷികളും സംയമനം പാലിക്കണമെന്ന് ആവശ്യപ്പെട്ടു. വെല്ലുവിളി നിറഞ്ഞ നാടകത്തിലെന്ന പോലെ ട്രംപിന്റെ നടപടികൾക്ക് പിന്നിലെ പ്രേരണകൾ പരിഗണിക്കേണ്ടത് അത്യാവശ്യമാണ്. യഥാർത്ഥത്തിൽ ഇറാൻ ആണവശക്തിയായി മാറുന്നത് തടയാൻ യുഎസ് ശ്രമിക്കുകയാണോ, അതോ രാജ്യത്തെ ദുർബലപ്പെടുത്തുന്നത് തുടരുന്നതിനുള്ള ഒരു ഒഴികഴിവ് മാത്രമാണോ ഇതെന്ന് വരും മാസങ്ങളിൽ കാലം മാത്രമേ തെളിയിക്കൂ.